2020 ലോകകപ്പിലെ ഇന്ത്യ-പാകിസ്ഥാൻ ആവേശ പോരാട്ടത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ വിവാദത്തിനെ തിരികൊളുത്തി മുൻ പാക് സ്പിന്നർ സക്ലൈൻ മുഷ്താഖ്. ലോകകപ്പിലെ പിച്ച് ഒരുക്കുന്നതിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ BCCIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്നാണ് സക്ലൈന്റെ ആരോപണം. പാകിസ്ഥാനിലെ പ്രമുഖ സ്പോർട്സ് ചാനലിലെ ചർച്ചയ്ക്കിടെയാണ് സക്ലൈൻ മുഷ്താഖ് വിവാദ പരാമർശം നടത്തിയത്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏതു സമയത്തും പിച്ചിന്റെ സ്വഭാവം മാറ്റാൻ ഗ്രൗണ്ട്സ്മാൻമാർക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലും പിച്ച് മാറ്റുവാൻ സാധിക്കും. ICC ആരുടെ സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യക്കെതിരായ മത്സരത്തിനു മുൻപ് കൊളംബോയിലെ പിച്ചിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ടെന്ന് സക്ലൈൻ ആരോപിച്ചു. ഇന്ത്യക്കെതിരായ വലിയ മത്സരത്തിനു മുൻപ് പാക് ടീം സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചും സക്ലൈൻ സംസാരിച്ചു. ഓൾറൗണ്ടർ ഫഹീം അഷ്റഫിനെ ആദ്യ 2 മത്സരങ്ങളിൽ പന്തെറിയിക്കാത്തതിനെ അദ്ദേഹം വിമർശിച്ചു. ഉസ്മാൻ താരിഖിനെ പോലുള്ളവർക്ക് അവസരം നൽകുന്നത് നല്ലതാണെങ്കിലും ഇന്ത്യയെപ്പോലൊരു ടീമിനെ നേരിടുമ്പോൾ പരിചയസമ്പന്നനായ ഫഹീം അഷ്റഫിനെ പോലുള്ളവർക്ക് കൃത്യമായ റോളുകൾ നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ ടൂർണമെന്റ് നിയമപ്രകാരം പാകിസ്ഥാൻ തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലാണ് കളിക്കുന്നത്. ഗ്രൂപ്പ് എയിലെ ആദ്യ 2 മത്സരങ്ങളും കൊളംബോയിലെ SSC സ്റ്റേഡിയത്തിലായിരുന്നു. എന്നാൽ ഇന്ത്യയുമായുള്ള ഹൈപ്രൊഫൈൽ പോരാട്ടം നടക്കുന്നത് കൊളംബോയിലെ തന്നെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ പിച്ചൊരുക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് സക്ലൈന്റെ വാദം. ഉമർ ഗുൽ, മുഹമ്മദ് ഹഫീസ് തുടങ്ങിയ മുൻ താരങ്ങളും സക്ലൈനൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. പാകിസ്ഥാൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെയും സൽമാൻ ആഗയുടെ ക്യാപ്റ്റൻസിയെയും ഇവർ ചോദ്യം ചെയ്തു.